വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ഈസിയായി ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടത് 1 കിലോ ക്യാബേജാണ് അച്ചായൻ മേടിച്ചത്. അച്ചായൻ സ്റ്റൈലാണ് പറയുന്നത്. അച്ചായൻ ഇതുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അച്ചായൻ പറഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്താൽ മതി. അത് 1/2 കിലോ ഉണ്ട്. അപ്പോൾ 1 കിലോ ക്യാബേജിൻ്റെ പകുതി മുറിച്ച്, അതാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ പകുതി അരിഞ്ഞിട്ടുള്ളൂ. ഒരു ബൗളിനകത്തോട്ട് പകുതി അരിഞ്ഞെടുത്തു. പിന്നെ ഇതിന് വേണ്ടത് അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ ചിരവിയതിരിക്കുന്നു. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത്. പിന്നെ കണ്ട കരിയാപ്പില, 3 ഇതൾ കരിയാപ്പില, 3 വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇങ്ങനെ ചെറുതായിട്ട് അരിയണേ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവോളയാണ്. ഈ കണ്ടോ, ഈ സവോള മീഡിയം സൈസ് 2 ചെറിയ സവോള അരിഞ്ഞത്. അതുപോലെ തന്നെ ഉള്ളി കണ്ടോ, ആ ഉള്ളി ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം വലിയ സവോളയാണ് ഒരെണ്ണം എടുക്കാവുള്ളൂ. മീഡിയം സൈസാണ് 2 എണ്ണം എടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ചുമന്ന ഉള്ളി 15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ കുഞ്ഞാന്ന് 2ഉം കൂടെ അരിഞ്ഞ് എടുക്കണം. അപ്പം നമുക്ക് കാബേജ് തോരന് വേണ്ടത് ആകെ ഇത്രയും സാധനങ്ങളാണ്. ക്യാബേജ് 1/2 കിലോ ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, ചെറിയ ഉള്ളി 15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 2 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് തിരുമിയാണ് അച്ചാൻ ഉണ്ടാക്കുന്നത്. അച്ചാൻ്റെ സ്റ്റൈല് ഇതൊന്ന് തിരുമിക്ക് എങ്ങനെയാണെന്ന് അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അച്ചാൻ്റെ ആദ്യം ഈ അരിഞ്ഞ വെച്ചിരിക്കുന്ന ക്യാബേജ് എടുത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം ഒരു മുറി ക്യാബേജ് ബൗളിനകത്ത് അരിഞ്ഞത് ഈ സ്റ്റീൽ പ്ലേറ്റിനകത്തോട്ട് അച്ചാൻ ഇട്ടു. ഇതാണ് അച്ചാൻ വെക്കുന്ന സ്റ്റൈല്. ഇനി അടുത്ത തന്നെ അച്ചാൻ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയല്ലേ. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ അച്ചാൻ ആഡ് ചെയ്യുന്ന ഇഞ്ചി ഇടുന്നു. ഇട്ടോ ഇഞ്ചി ഇട്ട് നന്നായിട്ട് തിരുമ്മണം അല്ലേ. ഇനി ഉപ്പിടണം അല്ലേ. ഉപ്പ് എത്ര ഇടുന്നത്? കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്. മതി 1/2 ടീസ്പൂണായി. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് അച്ചാൻ തിരുമ്മി വെക്കുക. ഞാൻ പറയാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മണം. സ്പൂണിന് തിരുമ്മി കഴിഞ്ഞാൽ ശരിയായി തരാം. മുളക് ഇപ്പോൾ ചേർക്കുന്നുണ്ടോ? ഇല്ലില്ല. മുളക് ഒന്ന് അച്ചാൻ വെക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇഞ്ചിയും അതുപോലെ തന്നെ ക്യാബേജും ഉപ്പും കൂടെ തിരുമ്മി ശരിക്കും അങ്ങോട്ട് തിരുമ്മി ഒരു 2 മിനിറ്റ് മൂടി വെക്കും അല്ലേ. 2 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് ചേർക്കണം. ഞാൻ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കറിയൊന്നും ഇല്ലാത്തവർക്ക്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും, ആണുങ്ങൾ മാത്രം കുക്ക് ചെയ്യുന്നുള്ളവർക്കും, ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല. കടയിൽ നിന്ന് ഈ ഒരു ക്യാബേജ് മേടിക്കുക, 2-3 തൊലി പൊളിച്ച് കളയുക, ഒന്ന് കഴുകുക, വെള്ളത്തിൽ ഇടുക, കഴുകുക, ടക്കയെന്ന് പറഞ്ഞ് അരിയുക. പെട്ടെന്നൊരു സവോള അരിഞ്ഞ് ചെറിയ ഉള്ളി അരിഞ്ഞ് പെട്ടെന്ന് നമുക്ക് വെക്കാം. എന്നാൽ ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ അച്ഛാ, ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. 2 മിനിറ്റ് തിരുമ്മി വെച്ച ശേഷം നമ്മൾ അരമുറി തേങ്ങ ചിരവിയത് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് കേട്ടോ. അരമുറി തേങ്ങ ചിരവിയത് ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത് തന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ 2 മീഡിയം സവോള അരിഞ്ഞതും ചെറിയ ഉള്ളി 15 എണ്ണം അരിഞ്ഞതും കൂടെ കൂട്ടി മിക്സ് ചെയ്യുന്നു. അത് മിക്സ് ചെയ്തു. ഇനി 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്തു. ഇനി നന്നായിട്ട് മഞ്ഞളിപ്പോൾ ഇടണോ? മഞ്ഞൾ നന്നായിട്ട് തിരുമുക. കൈകൊണ്ട് തന്നെ തിരുമണം, എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങുള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ ബാംഗ്ലൂർ ആന്ധ്രയിലൊക്കെ താമസിച്ചിരുന്നപ്പോൾ തന്നെ ക്യാബേജ് മേടിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, വിദേശത്ത് ജോലിയുള്ളവർക്കും ഒക്കെ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ടേസ്റ്റുള്ള ഒരു തോരനാണ്. ബാക്കി തോരനൊന്നും വെച്ചാൽ ഇതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് എങ്ങനെ വെച്ചാലും ഇച്ചിരി തേങ്ങയും ഇച്ചിരി സവോളയും കൂടെയൊക്കെ കൂട്ടി പെട്ടെന്ന് ഒരു കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 2-3 കുറച്ച് ഫ്ലെയിം കയറി കഴിയുമ്പോൾ, കുറച്ച് ചൂടായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വരും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു തോരനാണ്.
അപ്പം ഇനി നമുക്ക് അടുപ്പ് വെച്ചിട്ട് കാണിക്കാം. മഞ്ഞൾപ്പൊടി പിന്നെയല്ലേ ഇടുന്നത്? അച്ചായൻ പിന്നെയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞു. ഇച്ചിരി നേരം തിരുമ്മി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനി അടുപ്പ് വെച്ചിട്ട് അച്ചായൻ കാണിക്കും. ഒരു 2 മിനിറ്റ് തിരുമ്മി ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുപ്പ് വെച്ച് അച്ചായൻ്റെ ബാക്കി കുക്കിംഗ് കൂടെ ഒന്ന് കണ്ടാലോ. ഇത് ചീൻചട്ടി ചൂടായി വരുന്നു. നല്ല കുഴുവുള്ള ചീൻചട്ടിയാണ്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒഴിച്ചു വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. എണ്ണ ചൂടായി വരുന്നു. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുകിട്ട് കടുക് പൊട്ടുന്നു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലോട്ട് കരിവേപ്പില ഇടുന്നു. എനിക്ക് കുറച്ച് വെച്ചൊക്കെ അടി പിടിച്ച് കരിവേപ്പില ഇട്ട് ഉടനെ തന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്തിരിക്കുന്ന ക്യാബേജ് ഇടുന്നു. എല്ലാം കൂടെ തിരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ക്യാബേജ് ഇളക്കി കൊടുക്കുക. ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ഇളക്കി കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇടാനുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഞാൻ പറഞ്ഞ കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇട്ട് കൊടുത്തു. നേരത്തെ പുരട്ടിയിരുന്നെങ്കിൽ കയ്യേന്ന് പോകത്തില്ല. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടുന്നതാണ് നല്ലത്. കാരണം കയ്യെ പറ്റാതെ തിരിക്കും. കയ്യെ പറ്റിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി പോകാൻ പാടാണ് കൈ കൊണ്ട് തിരുമ്പുമ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് തിരുമ്മി ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. ഇതാണ് അച്ചാൻ സ്റ്റൈൽ അല്ലേ അച്ചാൻ? അച്ചാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പെട്ടെന്ന് ക്യാബേജ് കറി. അച്ചാൻ എന്നാ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമല്ലേ? ക്യാബേജ് മേടിച്ചാൽ മതി. ഇതാകുമ്പോൾ ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് അതിൻ്റെ തൊലി മുറിച്ചിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വളരെ സ്പീഡിൽ ഉണ്ടാക്കാം. നമ്മുടെ സദ്യക്കൊക്കെ ഓണത്തിനും കല്യാണത്തിനുമൊക്കെ ക്യാബേജാണ് ഉണ്ടാക്കുന്നത്. കാറ്ററിംഗുകാരൊക്കെ വളരെ സ്പീഡിലാണ് ഇത് അരിയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വളരെ സ്പീഡിൽ അരിയാൻ. നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം അല്ലേ? ഇപ്പോൾ ഉപ്പ് നോക്കാം പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൂടി വെച്ചിരിക്കുക. ഇത് അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തേ. മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ. അടി പിടിക്കാതെ നമ്മൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലും നല്ല ടേസ്റ്റായിട്ട് നല്ല കളറ് കണ്ട നല്ല. ഇത് വളരെ പെട്ടെന്നാവുന്നതാണ്. ഇത് എത്ര മിനിറ്റ് എടുക്കും ഇത് വേകാൻ വേണ്ടി? 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക മൂടിയെടുത്ത്. അല്ലെങ്കിൽ എന്നാണെന്നറിയോ, അടി പിടിച്ച് കഴിഞ്ഞാൽ കങ്കം കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഒരു പുക ചവ പോലത്തെ വരും. അതുകൊണ്ട് നിങ്ങൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് മതി വെന്ത് കിട്ടാൻ. കണ്ടോ അതിൻ്റെ കളർ കണ്ടോ? നല്ല അടിപൊളിയായിട്ട്. ഇത് മോരും ചോറും ഒക്കെ ഒഴിച്ച് കഴിക്കണം. ക്യാബേജ് തോരൻ ഇല്ലാത്ത സദ്യ ഉണ്ടോ? സദ്യക്കെല്ലാം മെയിനാണ് ക്യാബേജ് തോരൻ. അപ്പോൾ ഒന്ന് മൂടി വെച്ചാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം. അച്ചായ മൂടി വെച്ചിരിക്കുകയാണ്. ഇത് മൂടിയെടുത്ത് പിന്നെ ഇളക്കാൻ പോവുകയാണ്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് അപ്പോൾ ഇളക്കാൻ പോവുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോഴേ ചിലർ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞിടും. ചിലർ പിന്നെ എന്നാക്കെ ചേർക്കുന്നത് വെച്ചാൽ പരിപ്പല്ലേ, ഉഴുന്ന് ചേർക്കും. ചിലപ്പം ചിലർ വേറെ എന്നാ ചേർക്കുന്നത് സാധാരണ പരിപ്പൊക്കെ ഇടും. പക്ഷേ നമ്മൾ വളരെ എളുപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർക്കാൻ പോകുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് കിട്ടും. ചിലർക്ക് പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഉഴുന്നിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ഇതാണ് സാധാരണ ഈസി ആയിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ തോന്നും. ഇതിലാണ് ഏറ്റവും രുചിയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ പലരും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. കോട്ടയം ഞങ്ങളുടെ അച്ചായൻ്റെ സ്റ്റൈൽ ഇതാണ്. വളരെ എളുപ്പം ഉണ്ടാക്കും. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. സദ്യക്ക് ആളുകൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കാറ്ററിംഗുകാർ. വളരെ അല്ലേ, മോരൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ടേസ്റ്റ് അല്ലേ ഒരു തോരനുണ്ടെങ്കിൽ. മൂടി വെച്ചേര്. 2 മിനിറ്റ് കഴിയുമ്പോൾ അച്ചായൻ തുറന്നു. ഇപ്പം വെന്തിട്ടുണ്ടെന്ന് അച്ചായൻ പറഞ്ഞേ. 10 മിനിറ്റായി. ഒന്ന് ഇളക്കി കൊടുത്തേ. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. കണ്ടോ നമ്മുടെ തോരൻ റെഡിയായി അല്ലേ? കണ്ടോ ഇപ്പോൾ തോരൻ അടിപൊളിയായി. കണ്ടോ ഇപ്പോൾ കറക്റ്റ് പരുവായി. തീ ഓഫ് ചെയ്ത് വെച്ചാൽ അത് അച്ചാൻ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പും എരിവൊക്കെ പാകമാണോ നോക്കണം. ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അച്ചായൻ്റെ കറക്റ്റാണ്. അച്ചായൻ സ്ഥിരം ഇടുന്നതുകൊണ്ട്. ഇനി അച്ചായൻ ഇപ്പോൾ റെഡിയായി അല്ലേ? നമ്മുടെ കാബേജ് തരായി.
കാബേജ് തോരൻ റെഡിയായി. അച്ഛൻ തീ ഓഫ് ചെയ്തു. ഇനി അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ കാബേജ് തോരൻ ബൗളിനകത്തോട്ട് മാറ്റിയതാണ്. എന്നാ രസമാണെന്ന് നോക്കി, അവൻ്റെ ആ മണവും കരിയാപ്പിലയും നാടൻ തേങ്ങായും. ആഹാ, ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക അല്ലേ അച്ഛാ? ഇത് മാത്രം മതി. നല്ല നല്ല കളർ അല്ലേ അച്ഛാ? ചേച്ചിനെ ഒന്ന് ടേസ്റ്റ് നോക്കി അച്ഛാ. അച്ഛൻ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഓ, നല്ല രസം. ആഹാ, ചോറിൻ്റെ കഴിച്ച് നോക്കി അച്ഛാ. എന്നാ ടേസ്റ്റ് പറഞ്ഞേ. കണ്ടോ, വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടാണ് അച്ഛൻ ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് നോക്കി അച്ഛാ, ഇങ്ങ് നോക്കി ഇങ്ങോട്ട് നോക്കി പറഞ്ഞ് എങ്ങനെയുണ്ട്? സൂപ്പറായിരിക്കുന്നു. ഉപ്പ് എങ്ങനെയുണ്ട്? എല്ലാം ഉപ്പും ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ്. നല്ല കോമ്പിനേഷൻ അല്ലേ? സദ്യക്കൊക്കെ ഇതില്ലാതെ പറ്റത്തില്ലല്ലേ അച്ഛാ? കല്യാണത്തിന് പോയാലേ നമ്മളിപ്പം എവിടെയെങ്കിലും പോയിട്ട് വരുവാണേലും പെട്ടെന്ന് ഇത് മേടിച്ച് കഴിഞ്ഞാലേ ക്യാബേജ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കി. ഇത് മാത്രം മതി. ഇത് മാത്രം മതിയല്ലേ? ഒരു അച്ചാർ വേണോ? മോര് വേണോ? ഒന്നും വേണ്ടല്ലേ? ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറിന് അല്ലേ? ചോറിന് അല്ലേ? നല്ല ചോറിൻ്റെ കൂടെ അല്ലേ? ചൂട് ചോറിൻ്റെ കൂടെ അല്ലേ അച്ഛാ? നല്ല ടേസ്റ്റ് അല്ലേ അച്ഛാ? ഉപ്പും ഏറ്റവും ടേസ്റ്റുള്ള ഒരു പച്ചക്കറി അല്ലേ ക്യാബേജ്? നമ്മൾ മേടിക്കുന്ന അല്ലേ? ഈ വില വലിയ വിലയില്ല, എന്നാൽ അത്രയും ടേസ്റ്റും ഉണ്ട്. വളരെ സ്പീഡിൽ നമ്മളിത് ഉണ്ടാക്കി. അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അല്ലേ? എങ്കിലും നല്ല ടേസ്റ്റ് അല്ലേ അച്ഛാ? നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ദേ എൻ്റെ ക്യാബേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ദേ എല്ലാവരും ക്യാബേജ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പല സ്റ്റൈലും പല രീതിയിലും ഉണ്ട്. ഞങ്ങളുടെ അച്ചായൻ്റെ സ്പെഷ്യൽ ഇതാണ്, അച്ചായൻ സ്റ്റൈൽ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഈ കുക്കിങ്, അച്ചായൻ്റെ ഈ കുക്കിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു അച്ഛാ. അച്ഛാ വീണ്ടും കൊണ്ടുകൊണ്ടിരിക്കുക. ഇച്ചിരി കറിയും കൂടെ എടുത്തിട്ട് അച്ഛാ ഉണ്ടോ? അച്ഛാൻ പിന്നെയും എടുത്തിടുക. അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛാ? സൂപ്പറല്ലേ? സൂപ്പർ. അത് ക്യാബേജിൻ്റെ ഒരു സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റാണ് അല്ലേ? നമ്മൾ കഴിച്ച് കാണിച്ച് നോക്കട്ടെ, വിദേശത്തുള്ളവരൊക്കെ ഒന്ന് കാണണ്ടേ. സൂപ്പറല്ലേ? അടിപൊളി. അടിപൊളി. ഓക്കെ ചേർന്ന് കുഴച്ച് കഴിക്കുന്നല്ലേ? അപ്പം താങ്ക് യു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ അച്ഛാ, താങ്ക് യു. സ്മൈൽ. ഓക്കെ, ബൈ.